ഇത് ക്രിസ്മസ് ആഴ്ചയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഓർമ്മകളുണ്ടാകും ക്രിസ്മസ് ആഴ്ചയെ സംബന്ധിച്ച്. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഈ കരോള് പരിപാടിക്ക് പോകും. ഓരോ വീടുകൾ കയറി ഇറങ്ങി അവിടെ തപ്പുകൊട്ടി യേശു ജനിച്ചു എന്ന സന്ദേശം, അതിനോട് ബന്ധപ്പെട്ട പാട്ടുകൾ പാടി അതൊരു സന്തോഷ യാത്രയായിരുന്നു. രാത്രി മുഴുവനും ഇങ്ങനെ യാത്ര ചെയ്യും. വീട്ടിൽ നിന്ന് ഒരു ദിവസം മാത്രം പോകാൻ അനുവദിക്കുന്ന ഒരു രാത്രി, യേശു ജനിച്ചു എന്ന ഒരു സന്ദേശം. വാസ്തവത്തിൽ ഇത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആട്ടിടയന്മാർ കാവൽ കാത്തുകൊണ്ട് ബേത്ലഹേമിൽ ആയിരിക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന ഒരു സൈന്യം ദൂതന്മാർ, ഒരു വലിയ സമൂഹം ദൂതന്മാർ വീണകൾ മീട്ടിക്കൊണ്ട് സ്വർഗത്തിലെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും വായിച്ച് പാടിക്കൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഇതാ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് യേശു കുഞ്ഞിൻ്റെ അടയാള സഹിതം ഈ ആട്ടിടയന്മാർക്ക് അടയാളം കൊടുത്ത് അവർ പോയി യേശു കുഞ്ഞിനെ കണ്ട് ആരാധിച്ച് ഈ സന്തോഷ വാർത്ത മറ്റുള്ളവരോടും പങ്കുവച്ച ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ കരോള് പരിപാടി തുടങ്ങിയത്. വാസ്തവത്തിൽ ഇത് ദൂതന്മാർക്ക് തുല്യമാണ് കരോള് പരിപാടി നടത്തുന്ന ഓരോ വ്യക്തികളും. കാലങ്ങൾ മാറിയപ്പോൾ അതൊരു തമാശയായിട്ട് മാറി, ഇതൊരു രസകരമായ ഒരു കാര്യമായി, കുറച്ച് പൈസ കിട്ടുന്നൊരു മാർഗമായിട്ട് മാറി. ഇത് വാസ്തവത്തിൽ യേശു ജനിച്ചു എന്ന് അറിയിച്ച ദൂതന്മാരുടെ ആ സന്ദേശത്തിൻ്റെ ഓർമ്മയാണ് അത്. വാസ്തവത്തിൽ സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഈ ഭൂമിയിൽ ഉള്ള സർവജനത്തിനും, അതിൻ്റെ അർത്ഥം സ്വർഗം മുഴുവനും സന്തോഷിപ്പിക്കുന്ന യേശു. സ്വർഗത്തെ സന്തോഷമാക്കി നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പുത്രനാണ്. അതുകൊണ്ടാണ് യേശു ഒരു ഉപമ പറഞ്ഞപ്പോൾ രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ മകൻ്റെ വിവാഹത്തിന് വരിക, വഴിത്തലക്കൽ ആയിരിക്കുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടുക, അപ്പോൾ മെനക്കെട്ട് നിൽക്കുന്ന എല്ലാവരെയും അകത്ത് കയറ്റി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ഇതുപോലെ പിതാവാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം യേശു കർത്താവാണ്. യേശു കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മെ എല്ലാവരെയും സ്വർഗസ്ഥനായ പിതാവാം ദൈവം ക്ഷണിക്കുകയാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് ദൂതന്മാർ ഇറങ്ങി വന്ന് പറഞ്ഞ ആ സന്തോഷം, ആ സന്ദേശം സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു വലിയ സന്തോഷം. വാസ്തവത്തിൽ മറ്റെല്ലാ ആഘോഷങ്ങളെക്കാളും ആഘോഷിക്കേണ്ട ഒന്നാണ് യേശുവിൻ്റെ ജനനം. നമ്മുടെ കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ ആഘോഷിക്കില്ലേ? രണ്ടാമത്തെ ജന്മദിനവും 100ാമത്തെ ജന്മദിനവും ഒക്കെ ആഘോഷിച്ച് പോകുന്നവരല്ലേ നമ്മൾ. എന്തുകൊണ്ട് യേശു ജനിച്ചിട്ട് നമുക്ക് ആഘോഷങ്ങളില്ല? അതൊരു നല്ല ഓർമ്മയാണ്. യേശു എന്ന് ജനിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര തർക്കമാണ്. എന്തെങ്കിലും ആകട്ടെ, ഒരു ദിവസം എല്ലാവരും കൂടി അംഗീകരിച്ച ഒരു ദിവസം, ആ ദിവസത്തെ തന്നെ നമുക്ക് ആഘോഷിക്കാം. അന്നത്തെ ദിവസം പ്രാർത്ഥന യോഗങ്ങൾ വയ്ക്കാം, മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാം. ഇതെല്ലാം ഒരു സന്തോഷമാണ്. യേശു ജനിച്ചു, ഏറ്റവും വലിയ സന്തോഷം, അത് നമ്മൾ ആഘോഷിക്കണം. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് തരട്ടെ. നമുക്ക് യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി
ക്രിസ്തൻ മഹത്വം താലേന മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ യേശുവെ പോലെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവെ പോലെയാകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ തുടരുന്നത്. അതിനകത്ത് നമ്മൾ വായിച്ച വാക്യം 22-ാം വാക്യമാണ്. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അതായത് ഞാൻ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. ലോകം എന്നെ കാണുകയോ അറിയുകയോ ചെയ്യില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കും. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും. പിതാവ് നിങ്ങളോടുകൂടെ ഉണ്ടാകും. ലോകത്തിന് എന്നെ കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല. ലോകത്തിന് ഈ സന്തോഷം ആസ്വദിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അതായത് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത വലിയ സന്തോഷം ലഭിച്ചവരാണ് നാം. രക്ഷയുടെ സന്തോഷം. നാം രക്ഷിക്കപ്പെട്ടവരാണ്. നിത്യജീവൻ ലഭിച്ചവരാണ്. മരണം മാറിപ്പോയവരാണ്. നിത്യ നരകം മാറിപ്പോയവരാണ്. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് സ്വതന്ത്രമായവരാണ്. ഈ സന്തോഷത്തെ ആർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. 23-ാം വാക്യം. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പിതാവ് നിങ്ങൾക്ക് തരും. അടുത്ത വാക്യം. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. അതായത് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉള്ള പ്രത്യേകത മറുപടി ലഭിക്കുക എന്ന് മാത്രമല്ല, സന്തോഷം പൂർണ്ണമാകും. ഒരു വിഷയം മറുപടി ലഭിച്ചാൽ സന്തോഷം പൂർണ്ണമാകണമെന്നില്ല. ഉദാഹരണത്തിന് വലിയൊരു കടക്കണി കിടക്കുന്ന ഒരാൾ, 1 കോടി രൂപ കടം. ആ കടത്തിൽ നിന്ന് മുഴുവൻ ഇളച്ചു കിട്ടി എന്ന് കരുതി സന്തോഷമാകണമെന്നില്ല. സന്തോഷം വരണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. കടം ഇളച്ചു കിട്ടിയത് അല്ലെങ്കിൽ കടം വീട്ടിയത് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ലഭിക്കുന്നില്ല. നമുക്കുണ്ടായിരുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ നമുക്കുണ്ടാകാനിരുന്ന ഒരു അനർത്ഥം മാറിപ്പോയി. അതിനേക്കാൾ വലിയ സന്തോഷമാണ് അനർത്ഥം മാറിപ്പോവുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത കുറേ നന്മകൾ നമ്മൾ അനുഭവിക്കുകയാണ്. അത് ആത്മിക നന്മകളും ഭൗമിക നന്മകളും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരിടമായി നമ്മൾ മാറുന്നു. ദൈവം നമ്മെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നു. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ മറ്റാരും എത്തിയിട്ടില്ലാത്ത എവിടെയൊക്കെയോ നമ്മളെത്തി അനുഗ്രഹിക്കപ്പെടുന്നു. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്. യേശു പറയുകയാണ്, നിങ്ങൾ ചോദിക്കേ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന്. അതായത് ഇങ്ങനെയാണ് അവിടെ 24-ാം വാക്യത്തിൽ പറയുന്നത്, ഇന്നുവരെ
നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന്. അപ്പം അതുപോലെ ഉള്ള പ്രാർത്ഥന നമ്മൾ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, കഴിയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, ഈ വിഷയത്തിൽ നിന്നൊന്ന് പുറത്തു വന്നാൽ മതി. അല്ല, അതൊരു ഒരു ഒരു ദീർഘശ്വാസം വിടുന്ന ഒരു അനുഭവമാണ്. സന്തോഷം പൂർണ്ണമാകുന്ന രീതിയിൽ ഒരു മറുപടി നാം ദൈവത്തോട് ചോദിക്കണം. വലിയ കാര്യങ്ങൾ നാം ദൈവത്തോട് ചോദിക്കണം. വലിയ സ്വപ്നങ്ങളുള്ളവരായിരിക്കണം. ആ വലിയ സ്വപ്നങ്ങൾ കയ്യിൽ വരും വരെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യണം. ജോസഫിന്റെ ജീവിതം അതായിരുന്നു. ജോസഫിനോട് ദൈവം പറഞ്ഞത് അവനത് വിശ്വസിച്ച് അതിനുവേണ്ടി നടക്കുകയാണ്. പോത്തിഫറിന്റെ ഭാര്യ അതിനിടയിൽ അവനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ പറയുന്നൊരു വാക്കുകൊണ്ട്, ഇല്ല, ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല. എന്താ അങ്ങനെ പറയുന്നത്? ദൈവം എന്നെ ഉയർത്താൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ ഉയർച്ചകൾ എന്നിൽ വരാൻ പോവുകയാണ്. ആ ഉയർച്ചയ്ക്കിടയിൽ ദൈവം ഉയർത്തുന്ന ഉയർച്ചയെ തടയുന്ന ഒന്നിനെ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ജോസഫ് അവൻ ആ പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടി. അവളത് പീഡനമെന്ന ഒരു വിഷയമാക്കി മാറ്റി. ജോസഫ് ജയിലിൽ അടക്കപ്പെട്ടു. വർഷങ്ങൾ അവൻ ജയിൽവാസിയായി ജീവിക്കേണ്ടി വന്നു. എങ്കിലും സ്വപ്നം ആരു കൊടുത്തുവോ ആ സ്വപ്നത്തിൻ്റെ ഉടമസ്ഥൻ വിശ്വസ്തനായ സ്വർഗസ്ഥനായ പിതാവാണ്. ജോസഫിന്റെ ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ട് അവൻ്റെ ജയിൽവാസം മാറി. ഒരു ദിവസം കൊണ്ട് അവൻ മന്ത്രിയായി. ഒരു ദിവസം കൊണ്ട് രാജമോതിരം അവൻ്റെ കയ്യിൽ വന്നു. ആ ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ വിവാഹിതനായി. അവൻ്റെ സന്തോഷം പൂർണ്ണമാകുന്ന നിലയിൽ ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സന്തോഷത്തെ പൂർണ്ണതയിൽ കൊണ്ടുവരുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. കർത്താവിൽ വിശ്വസിക്കാം. അതായത് നമ്മുടെ സന്തോഷം കുറയരുത്. നമ്മിൽ നിന്ന് ആരും ഈ സന്തോഷം എടുത്തു കളയരുത്. എപ്പോഴും നമ്മൾ സന്തോഷിക്കണം. സന്തോഷം പൂർണ്ണമാകണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. സന്തോഷം പൂർണ്ണമാകണം. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയെ ദൈവം നമുക്കായിട്ട് വെച്ചിട്ടുണ്ടെന്ന്, അത് നമ്മൾ ആസ്വദിക്കണമെന്ന്. 1 പത്രോസ് 3:9 പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം ഒരു സന്തോഷമാണ്. സൗഖ്യം ഒരു സന്തോഷമാണ്. സമാധാനം ഒരു സന്തോഷമാണ്. വിടുതൽ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് 40 വർഷത്തോളം നടക്കാത്ത ഒരു മനുഷ്യൻ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ വലം കൈക്ക് കയറി പിടിച്ചു. അവൻ എഴുന്നേറ്റു. അവൻ്റെ കാലിൻ്റെ നരിയാണി ഉറച്ചു. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദേവാലയത്തിലേക്ക് കയറി. അവൻ്റെ സന്തോഷം വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അവൻ്റെ കൺട്രോളിൽ നിന്ന് ആ സന്തോഷം അവന് നിയന്ത്രിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറത്തേക്ക് അത് മാറി. അവനെ ദൈവം വിടുവിച്ചു. അവൻ്റെ സന്തോഷം പൂർണ്ണമായി. കർത്താവ് ഇതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നീണ്ട 40 വർഷം നടക്കാത്ത ഒരുവനെ പത്രോസ് മുഖാന്തരം നടത്തി. മറ്റൊരിക്കൽ 8 വർഷമായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഒരു ഐനിയാസ്, അവൻ എഴുന്നേറ്റു. പത്രോസ് പറഞ്ഞു, താനായി തന്നെ എഴുന്നേറ്റ് കിടക്ക വിരിക്കാൻ പറഞ്ഞു. ആരും പിടിക്കാതെ അവൻ തന്നെ എഴുന്നേറ്റ് കിടക്ക വിരിച്ചു. ഇത് ലുദ്ദയിലും ഷാരോനിലും ഉള്ളവരിതറിഞ്ഞ് കർത്താവിലോട്ട് തിരിഞ്ഞു. ഇതൊരു ഭയങ്കര സന്തോഷമായി മാറി. ഒരിക്കൽ എഴുന്നേൽക്കില്ലെന്ന് പറയുന്നത് എഴുന്നേൽക്കുന്നത്, ഒരിക്കലും നിവരില്ലെന്ന് പറയുന്നത് നിവരുന്നത്, ഇതൊക്കെ വലിയ സന്തോഷത്തിന് കാരണമായി തീരും.
വലിയ സന്തോഷങ്ങൾ. പത്രോസ് തബീതയെ ഉയർപ്പിക്കുന്നത് നമുക്കറിയാം. മരിച്ച തബീത എഴുന്നേറ്റപ്പോൾ അവിടെ ഉണ്ടായ സന്തോഷത്തിന് അളവ് പോലും നിശ്ചയിക്കാൻ കഴിയില്ല. വലിയ സന്തോഷം. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകൂ. പത്രോസ് പോയിടത്തെല്ലാം വലിയ സന്തോഷമാണ് ഉണ്ടായത്. പൗലോസ് പോയിടത്ത് വലിയ സന്തോഷം. ഫിലിപ്പോസ് പോയ ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷം. അപ്പോസ്തലപ്രവൃത്തി 8:8 വലിയ സന്തോഷം. ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ അത് വേണ്ടേ? ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ അറിയേണ്ടത് യേശു എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു? നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ. സർവജനത്തിനുമുള്ള മഹാസന്തോഷം നമ്മിൽ പൂർണ്ണമാകണം. നാം സന്തോഷിക്കണം. തലമുറകളില്ലാത്തവർ ഭാരപ്പെടുന്നവരുണ്ടോ? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം പിതാവിനോട് അപേക്ഷിപ്പിൻ. ആ വാക്യം അങ്ങനെയാണ്. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഒരു കുഞ്ഞിനെ ആയിരിക്കും ചോദിക്കുന്നു, ഉള്ളിൽ 2 കുഞ്ഞുങ്ങളായിരിക്കും, 2 പിള്ളേരെയും തരും. സന്തോഷം പൂർണ്ണമാകും. ഒരു കൊച്ചു വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു ചെറിയ വീടായിരിക്കും ആഗ്രഹിച്ചത്. എന്നാൽ അത്യാവശ്യം വിശാലമായ ഒരു 3-4 ബെഡ്റൂമുള്ള ഒരു വീട് കിട്ടി. സന്തോഷത്തെ പൂർണ്ണമാക്കുന്ന ഒരു കർത്താവ്. തൽക്കാലം ജീവിച്ചു പോകാൻ ഒരു ജോലിയാണ് ആഗ്രഹിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ചില്ല ഇത്രയും വരുമാനം, ഇത്രയും ശമ്പളമുള്ള ഒരു ജോലി പെട്ടെന്ന് ലഭിക്കുമെന്ന്. സന്തോഷം പൂർണ്ണമാക്കുന്ന കർത്താവ്. ആശുപത്രിയിലെ ബില്ല് എങ്ങനെ കൊടുക്കും, അതിനുവേണ്ടി എങ്ങനെ ലോൺ എടുക്കുമെന്ന് വിചാരിച്ചാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ഒരത്ഭുത സൗഖ്യം നടന്നു. മാത്രമല്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. ഡിസ്ചാർജായി വീട്ടിൽ പോയി അത്ഭുത സാക്ഷിയായി. സന്തോഷം പൂർണ്ണമാവുകയാണ് അവിടെ. സന്തോഷത്തെ വളർത്തുന്ന കർത്താവ്. നമ്മിലുള്ള സന്തോഷത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു യേശു കർത്താവ് നമുക്കുണ്ട്. ബൈബിൾ മുഴുവൻ വായിക്കുമ്പോഴങ്ങനെയാണ്. ഗദരദേശത്ത് ഒരു ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ, അവനെ തേടി കർത്താവ് പോവുകയാണ്. കാറ്റ്, കോള്, തിരമാല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. യേശുവിന് അതൊന്നും ഒരു വിഷയമല്ല. യേശു അവിടെ ചെന്നു. കല്ലറയിൽ നിന്ന് ആ ഭൂതം ബാധിച്ച മനുഷ്യൻ ഓടി വന്നു. എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കാൻ, നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീ ഞങ്ങളെ പറഞ്ഞയക്കുന്നെങ്കിൽ ഈ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക. എത്ര പന്നി ചത്താലും, അന്ന് 2000 പന്നിയാണ് ഭൂതം കയറി ചത്തത്. ഇവൻ ചത്തില്ല, കാരണം ഇവനെ ദൈവം കണ്ടതാണ്. ദൈവം കണ്ടതുകൊണ്ട് 2000 പന്നി ചത്ത സ്ഥാനത്ത് ഇവൻ ചാകേണ്ടതായിരുന്നു. അറുക്കാനും മുടിക്കാനും കൊല്ലാനാണ് പിശാചു വരുന്നത്. ദിവസം അവനെ കല്ലുകൊണ്ട് ഈ ഭൂതങ്ങൾ ചതപ്പിക്കും. ഇവൻ നിലവിളിച്ച് കല്ലറയിൽ കിടന്നുറങ്ങി. ആർക്കും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവനെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. യേശുവോടെ ചെന്നു. അവൻ സൗഖ്യമായി സുബോധം പ്രാപിച്ച യേശുവിൻ്റെ കാൽക്കൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ട് നാട്ടുകാർ പേടിച്ചു. അവർ പറഞ്ഞു, കർത്താവേ, ഈ ദേശം വിട്ടു പോണേ എന്ന് പറഞ്ഞു. കാരണം ഒരു 10,000-2000 പന്നി എത്തുപോയി. കർത്താവേ, ദേശം വിട്ടു പോണേ. എന്നാൽ ഈ കാൽക്കൽ ഇരുന്ന ഭൂതം വിട്ടുപോയവൻ പറഞ്ഞു, കർത്താവേ, എന്നെയും കൂടെ കൊണ്ടുപോണേ. കർത്താവ് പറഞ്ഞില്ല. കർത്താവ് നിനക്ക് ചെയ്തത് നീ പോയി നിന്റെ വീട്ടിൽ പറയാൻ പറഞ്ഞു. അവൻ ദെക്കേപ്പൊലി നാട്ടിൽ മുഴുവൻ ഘോഷിച്ചെന്നാണ്. സന്തോഷം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടക്കി വെക്കില്ല, നാട് മുഴുവനും പറയും. ഇതിൻ്റെ പേരാണ് സുവിശേഷം. സുവിശേഷം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഇത് ഒരാഘോഷമായി പലരുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. യേശുവിന് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം ഹൃദയത്തിൽ തിളച്ചു മറിയുന്നില്ല. കർത്താവിനെ വിടുവിച്ചു. ഈ രക്ഷയുടെ സന്തോഷം. കർത്താവിനെ രക്ഷിച്ചു. ഞാൻ പാപിയായിരുന്നു, ഞാൻ കല്ലറയിലായിരുന്നു, ഞാൻ ശപിക്കപ്പെട്ടവനായിരുന്നു, ഞാൻ വീടുമായിട്ട് അന്യനായിരുന്നു.
എന്നാൽ എൻ്റെ ജീവിതത്തിലെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ ഭവനം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇവനിപ്പോൾ പറയാൻ കുറേ കാര്യമുണ്ട്. ഞാൻ ഇന്നൊരു മാന്യനായ മനുഷ്യനാണ്. ഈ മാന്യത എങ്ങനെ എനിക്കുണ്ടായി? യേശു എനിക്ക് തന്നു. ഇതാണ് സന്തോഷം. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന നല്ല കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നേ ദിവസം മുതൽ കൂടുതൽ കർത്താവിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതം കർത്താവിൻ്റെ നാമത്തിൽ വലിയ ആഘോഷവും ആനന്ദവുമാകട്ടെ. യേശു ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സന്തോഷിച്ച് ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ ഓരോരുത്തരെയും സമർപ്പിക്കും. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അന്യായ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. മാനസിക പിരിമുറുക്കങ്ങളെല്ലാം മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കരം ചലിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു നമ്മെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലസ് യു.